ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന അതുല്യ കലാകാരനായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. ഏത് വേഷവും അനായാസം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള നടൻ കൂടിയായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. അച്ഛനായും മുത്തച്ഛനായും അമ്മാവനായും തമാശക്കാരനായും വില്ലനായുമെല്ലാം വിസ്മയിപ്പിച്ച താരം കൂടിയാണ് ഒടുവിൽ. വ്യത്യസ്തമായ നിരവധി വേഷങ്ങൾ മലയാള സിനിമയിൽ ചെയ്ത താരത്തിന് സിനിമയിൽ ഒരുപാട് നേട്ടങ്ങൾ നേടാൻ കഴിഞ്ഞു. എങ്കിലും സാമ്പത്തികമായി വലിയ നേട്ടങ്ങളൊന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു താരം. ഇപ്പോഴിതാ ഒടുവിലിന്റെ ഭാര്യ പത്മജ മുൻപ് ഒരിക്കൽ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായി മാറിയിരിക്കുന്നത്. പത്മജയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: അദ്ദേഹത്തിന്റെ മരണശേഷം താനും അമ്മയും മാത്രമായിരുന്നു വീട്ടിൽ. അമ്മയ്ക്കാണെങ്കിൽ വയസ്സായി. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മുഴുവൻ നേരവും അമ്മയുടെ കൂടെ തന്നെ താൻ വേണം. അമ്മയ്ക്ക് കിട്ടുന്ന പെൻഷൻ കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചത്. ഈ പെൻഷൻ അച്ഛന് ലഭിക്കുന്നതാണ് കാരണം. അച്ഛൻ മിലിറ്ററിയിലായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് കിട്ടാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ ജീവിക്കാൻ പറ്റിയിരുന്നു. എന്നാൽ സിനിമയിൽ നിന്നും ഞങ്ങളെ സഹായിച്ചത് സത്യൻ അന്തിക്കാടും ദിലീപും മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷവും അതിന്റെ ചിലവ് നടത്തിയതിന്റെ പേരിൽ ദിലീപിന് ഇപ്പോഴും പണം കൊടുക്കാനുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും ഇതിനെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചിട്ടില്ലെന്നും പത്മജ പറയുന്നു. 2006 മെയ് 27 വൃക്കരോഗത്തെ തുടർന്നായിരുന്നു ഒടുവിലിന്റെ വിയോഗം. അതിനുശേഷം ഒടുവിലിന്റെ അമ്മയുടെയും ഭാര്യ പത്മജയുടെയും ജീവിതത്തിന് തിരശ്ശീലയിലെ വെള്ളി വെളിച്ചത്തിന്റെ പകിട്ടില്ല. 1975 പത്മജയെ ഒടുവിൽ വിവാഹം കഴിക്കുന്നത്. അതേസമയം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് KPS ലളിതയും ദിലീപിനെ പറ്റി പറഞ്ഞിരുന്നു. മകളുടെ വിവാഹത്തിന് തന്നെ സഹായിച്ചത് ദിലീപാണെന്നും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് അറിഞ്ഞുകൊണ്ട് സഹായിച്ചു എന്നുമാണ് KPS ലളിത പറഞ്ഞത്.